ഫേമസ് ആയിട്ടുള്ള ട്രാൻസ് വുമൺ തന്നെയാണ് കേരളത്തിലുള്ള. പുള്ളിക്കാരി പറഞ്ഞാണ് മദ്രസയിൽ ഉസ്താദുമാർ അവരുടെ ടോർച്ചർ ചെയ്ത് ചെറിയ പ്രായത്തിൽ ടോർച്ചർ ചെയ്തത് ഭയങ്കര മറക്കാനാകാത്ത ട്രോമയായി കിടക്കുന്നുണ്ട്. അവരുടെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ അവർ മിസ്യൂസ് ചെയ്തിട്ടുള്ളത്, അബ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ മദ്രസ പോലുള്ള ഇടങ്ങളിൽ നിന്നാണ്. ഒരു കൂട്ടം ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് അവരൊരാളുടെ പൈസ തരാത്ത രീതിക്ക് അവരെ അടിക്കുന്നു, ഭയങ്കര വൃത്തിയുടെ ഡ്രസ്സ് പൊക്കി കാണിക്കുന്ന അയാളുടെ സെക്സ് എന്താ പറയുക വെജീന അല്ലെങ്കിൽ എന്തോ അവിടെ കൊണ്ടുപോയി ഫേസ് വയ്ക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമൂഹം നിങ്ങളെപ്പോഴും വേറെ രീതിയിലല്ലേ കാണുള്ളൂ. ഗേ ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, ഇതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് മാറുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊരു ഗേ ആണ്, ഞാനൊരു ലെസ്ബിയനാണ്, എനിക്ക് അങ്ങനെ ഒരു ഇന്ന ആളിങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വരുന്നു. അതൊരു മാനസിക രോഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിക്ക് എന്താണ് പറയാനുള്ളത്? മുമ്പ് മാരേജ് ചെയ്തിട്ടുണ്ട് ഒരു, അത് എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലേക്ക് എത്തിയത്? അല്ല, ഹിജ്റ എന്ന് പറയുന്നത് വേറൊരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു മതമാണ് എന്ന് പറയാം. കാരണം ഹിജ്റ സിസ്റ്റത്തിനകത്ത് എനിക്ക് തോന്നുന്നത് മുഗൾ സാമ്രാജ്യത്തിൽ, മുഗൾ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നതും, അതുപോലെ തന്നെ മുഗൾ ഡൈനാസ്റ്റി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന റൂളേഴ്സിൽ പലരും ഗേ ആയി ഐഡൻറ്റിഫൈ ചെയ്തതായിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അവർ കൊടുത്തിട്ടുള്ള ദയാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തഃപുരങ്ങളിൽ കാവൽക്കാരായി നിൽക്കുന്ന ട്രാൻസ് മനുഷ്യന്മാർക്ക്, മെയിൽ ഫീമെയിൽ പോലെ തന്നെ അന്ന് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ശക്തി എന്നുള്ള ഒരു തോട്ടം പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം അതിൽ അങ്ങനെയുള്ള ആൾക്കാർ, നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ് ഹിജ്റ കൾച്ചർ. കിന്നർ കൾച്ചർ ഉണ്ട്, ഹിജ്റ കൾച്ചർ ഉണ്ട്. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് അറവാണി കൾച്ചർ ഉണ്ട്. അതുപോലെ തന്നെ മംഗളമുഖി, ബാംഗ്ലൂർ ഒക്കെ പോയി മംഗളമുഖി കൾച്ചർ ഉണ്ട്. ഇതൊക്കെ ഈ ഒഴിവാക്കപ്പെട്ടുന്ന ആൾക്കാർ വന്ന് ചേർന്ന് ഒരു യൂണിറ്റിയോട് കൂടിയിട്ടൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് അതിലുള്ള ഒരു ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി അത് ഡിഫറെൻ്റ് ആണ്. അത് വെച്ചിട്ട് ഒരിക്കലും കേരളത്തിലുള്ള ട്രാൻസ് മനുഷ്യന്മാരെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിലുള്ള ട്രാൻസ് മനുഷ്യന്മാർ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പോലെ അടിമത്ത വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന്. ഹിജ്റ കൾച്ചറിലൊക്കെ മെജോറിറ്റി അതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, ഒരു നായക്കുണ്ടാവും, അതായത് ഹെഡ് ഓഫ് ദി ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ലീഡർ ഉണ്ടാവും. അയാളുടെ ഹയറാർക്കിയിൽ കുറേ ട്രാൻസ് വുമൻസ് ഉണ്ടാവും. ആ ട്രാൻസ് വുമൻസ് ഇവരുടെ മക്കളെന്ന് പറയപ്പെടും, ഗുരു ചേല എന്ന് പറയപ്പെടും, യജമാനനും അടിമ എന്ന് പറയപ്പെടും. അപ്പോൾ ഈ അടിമകളായി നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പക്ഷേ വൾണറബിൾ ആയിട്ടുള്ളവരാവും, പുതുതായി വന്ന് ജോയിൻ ചെയ്തവരാവും, സർജറി ചെയ്യാത്തവരാവും. ഇവർക്കൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അവരെ ബെഗ് ചെയ്യാൻ വിട്ടിട്ടും സെക്സ് വർക്ക് ചെയ്യാൻ വിട്ടിട്ടും അതിൽ പൈസ കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ എനിക്ക് ഏറ്റവും ഹേറ്റുള്ള കാര്യമാണ്, ബിക്കോസ് ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. അവിടെ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത് വന്ന് കൈകൊട്ടി വന്ന് നമ്മളെ ആദ്യം അനുഗ്രഹിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ തല്ലും, ഡ്രസ്സ് പൊക്കി കാണിക്കും. റീസെൻ്റ്ലി ഞാൻ പോണ്ടിച്ചേരി പോയപ്പോൾ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ നിങ്ങളെ അംഗീകരിക്കാത്തത്? അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ പറയട്ടെ, ഇപ്പോൾ യു പിയിൽ ഈ പറഞ്ഞ പോലെ റേപ്പ് കേസ്, ഡോക്ടറിനെ റേപ്പ് ചെയ്ത് കൊന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഡൽഹി റേപ്പ് കേസ്, കേരളത്തിലെ സൗമ്യ റേപ്പ് കേസ്, കേരളത്തിലെ ഓരോ റേപ്പ് കേസ് എടുത്ത് നോക്കൂ, ഓരോ ചൈൽഡ് അബ്യൂസ് എടുത്ത് നോക്കൂ. ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പുരുഷന്മാരായിരിക്കും ചെയ്യുക എന്ന് വെച്ചിട്ട് എല്ലാ പുരുഷന്മാരും അങ്ങനെ ആയിരിക്കുമോ? എല്ലാ പുരുഷന്മാരും നമ്മൾ ആ രീതിയിലാവും കാണുക? അല്ല. മെജോറിറ്റിയും ഞാൻ പറയട്ടെ, ആൾക്കാർക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ എന്തിനാണ് നിങ്ങൾ? അത് ഞാൻ പറയാം, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. അത് ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിടിച്ചുപറിക്ക് കേസുമായിട്ട് പോകണം, അല്ലെങ്കിൽ പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ചുകൊണ്ട് പോകും. നമ്മൾ റീസെൻ്റ്ലി ഒരു റീൽ കണ്ടതാണ്, ഒരു കൂട്ടം ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് ട്രാൻസാക്ഷൽ ആണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരൊരാളുടെ പൈസ തരാത്ത രീതിക്ക് അവരെ അടിക്കുന്നു, ഭയങ്കര വൃത്തിയുടെ ഡ്രസ്സ് പൊക്കി കാണിക്കുന്ന അയാളുടെ സെക്സ് എന്താ പറയുക വെജീന അല്ലെങ്കിൽ എന്തോ അവിടെ കൊണ്ടുപോയി ഫേസ് വയ്ക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
സമൂഹം നിങ്ങൾ എപ്പോഴും വേറെ രീതിയിലല്ലേ കാണുള്ളൂ. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഞാനുമായി ഒരു കണക്ഷനും ഇല്ലാത്ത ഏതോ മനുഷ്യന്മാരാണ് ചെയ്യുന്നത്. ഒരേ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരേ സ്പെക്ട്രത്തിനകത്ത് പെടുന്ന മനുഷ്യന്മാരെന്ന് വെച്ചിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? അതാണ് എഗെയിൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാമുകനോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത്, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ പുറത്ത് എല്ലാവരും ജ്യൂസിൽ കഷായം കലക്കി, എല്ലാ കാമുകിമാരും കഷായം കലക്കി കൊടുക്കുന്നവരല്ല. അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ട്രെയിനിൽ പോയി ബെഗ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യന്മാരല്ല. അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ കൾച്ചർ നിലനിൽക്കുന്നതുകൊണ്ടും അവർക്ക് മേലെ ഒരു മാഫിയ കൊള്ളുന്നതുകൊണ്ടാണ്. ഇവരൊക്കെ ഈ ചെന്ന് പെട്ടെടുത്ത സ്ഥലത്ത് അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഗുണ്ടകളില്ലേ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൊട്ടേഷൻ ടീം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പോലെ ഒരു മാഫിയക്ക് അകത്ത് പെട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നിരോധിക്കാതെ പിന്നെ അപ്പോൾ എന്താ ചെയ്യുക? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആൾക്കാർ ഇപ്പോൾ ഞാനുമായി ഒരു കണക്ഷനും ഇല്ലാത്ത ഏതോ നാട്ടിൽ കിടക്കുന്ന ഏതോ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യത്തിനാണ് ഇവിടെ JRF നേടി വന്ന് വിജയിച്ചിരിക്കുന്ന എന്നെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. ആ കമ്പാരിസൺ കിട്ടേണ്ട അവസ്ഥ എന്താണ്? അതിനെ അവിടെ നിർത്തലാക്കാത്തതുകൊണ്ടാണ്. നിർത്തലാക്കണം, ഇതൊക്കെ നിർത്തലാക്കിയേ പറ്റും. നിർത്തലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത് അങ്ങനെ ബെഗ് ചെയ്യുന്നത്, ഹെൽത്തി ആയിട്ട് ബെഗ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ, ഗതികേട് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് പിടിച്ചു പറിക്കുന്നത് പിടിച്ചു പറിക്കുള്ള കേസ് എടുത്ത് അവരെ ഫയൽ ചെയ്തിട്ട് അതിന് ഗവൺമെന്റ് തന്നെ അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഡെഫിനറ്റ്ലി എന്തായാലും അതിനൊരു ആക്ഷൻ എടുക്കണം. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ആ ബെഗ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട്, ഇപ്പം ഞാൻ പറയുന്നത്, ഈ ബെഗ് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവർക്കൊരു പുനരധിവാസം എന്ന രീതിയിൽ ജീവിതം കൊടുക്കാം. അതിന് ഡെഫിനറ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് അവർ കൊടുത്തൂടെ? ഒരു പക്ഷേ അതിൽ നിന്ന് നാളെ ഈ പറഞ്ഞ പോലെ PhD എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവാതിരിക്കുന്നത് അത്ര തോന്നുന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടപ്പം, ഞാൻ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ബെഗ് ചെയ്യുന്ന ആൾക്കാരുള്ളത്. അതിൽ പലരും എന്നെപ്പോലെ ആ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവർ വന്നുപെട്ട സമയത്ത് ഇവരുടെ മമ്മിമാരും ഗുരുക്കന്മാരും ഹിജ്റാസൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അങ്ങ് കത്തിച്ച് കളഞ്ഞു. പിന്നെ ജീവിക്കാൻ വേറെ വകുപ്പില്ല. അതാണ് പറഞ്ഞത്, അവിടെ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ മാറ്റം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അങ്ങനെ അതാണ് പറയുന്നത്, മാർജിനലൈസ് ചെയ്യപ്പെട്ടടുത്ത് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും അഭിമാനത്തോടു കൂടി ജീവിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഹേദിയുടെ ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് വരാം. സ്നേഹം ഒരു ഫാമിലിയിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. അറ്റ് ദ സെയിം മൊമെന്റ് ഇപ്പോൾ ഞാൻ റീസെന്റ് ഒരു ഗവേഷണം ചെയ്തപ്പോൾ ആരുടെ കയ്യോ നിങ്ങൾ ഗവേഷണം ആരുടെ കയ്യോ മുമ്പ് മാരേജ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലേക്ക് എത്തിയത്? ഞങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞവരാണ്. എല്ലാ മാസവും ഈ പറഞ്ഞ പോലെ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഓർഗനൈസേഷൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുമ്പോൾ ആ വ്യക്തി ജനറൽ ബോഡി മെമ്പറായിട്ട് വരുന്നതാണ്. കാണാറുണ്ട്, ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്ത്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളും ഈ പറഞ്ഞ പോലെ ഒരു ജേർണലിസ്റ്റാണ്, നൂറി. അപ്പോൾ അവളുടെ ഉമ്മയുടെ അടുത്ത് എനിക്ക് ഉമ്മയുടെ ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ, അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടാൻ തോന്നുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിച്ച് പറയാൻ തോന്നുന്നത് ഇവളുടെ ഉമ്മ, നൂറി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയുടെ അടുത്ത്. അപ്പം ഉമ്മയുടെ അടുത്ത് അവൻ്റെ വീടിൻ്റെ അടുത്താണ്, ഹരിപ്പാട. അപ്പോൾ അവിടെ പോയപ്പോൾ, ഉമ്മയുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ, അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരുന്നു. വളരെ ഹാപ്പി ആയിട്ട്, അതായത് റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അതിനെ ഡീൽ ചെയ്തിട്ട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ, ഇപ്പോഴത്തെ ആള് ഇപ്പോൾ റിലേഷൻഷിപ്പിലുണ്ട്, ഇങ്ങനെ പോകുന്നു. പബ്ലിക് ആക്കാൻ സമയമായിട്ടില്ല. ഇല്ല, രണ്ടുപേരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർപ്രൈസാ
സർപ്രൈസ് അടുത്തൊരു ഇന്റർവ്യൂവിൽ ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ഇവിടെ വന്നിരുന്നൊരു എന്താ പറയുക, ഇപ്പോൾ റിവീൽ ചെയ്യാം, ഞങ്ങൾ അവസരം തരാം, ഒരു വീഡിയോ കോളൊക്കെ വളരെ പ്രൈവസി കൺസേൺ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ആളുടെ ഫാമിലി, ആളുടെ ബ്രദർ, സിസ്റ്റർ, അച്ഛൻ, അമ്മേനൊക്കെ വളരെയധികം കൺസേൺ ചെയ്യുന്ന ആളാണ്. പിന്നെ പ്രൈവറ്റ് ലൈഫിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലെ റൊമാൻസിൻ്റെ ഒക്കെ പ്രൈവസി ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യുന്ന ആളാണ്. കൺസേൺ ചെയ്യുന്നതിലുപരി അതിനെ എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് പറഞ്ഞിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നീ ആയിരുന്നില്ലേ ആ കയ്യും കാലും കാണിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരികയും, അപ്പോൾ ഈ സമാധാനം, ഒരു പ്രൈവസിയുടെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് ബ്രേക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ സന്തോഷമൊന്നും ഒരു പക്ഷെ പിന്നീട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി ഇപ്പോൾ കുറച്ച് കാലത്തിന് അറ്റ്ലീസ്റ്റ് PhD കഴിയുന്നത് വരെയെങ്കിലും അങ്ങനെ കൈയൊക്കെ കാണിച്ച് കൂടെ ഒരാളുണ്ട്, സപ്പോർട്ടിന് ഒരാളുണ്ട്. ദാറ്റ് ഡസൻ മീൻ അത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ പബ്ലിക്കാക്കി കഴിഞ്ഞിട്ട് നാളെ ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുള്ളിങ്ങും അതിൻ്റെ അതിൻ്റെ സൈബർ ബുള്ളിങ്ങും. ഹെയ്തി സാദിയയുടെ കാമുകനോടൊപ്പമുള്ള വീഡിയോ ആണ് താരം പങ്കുവെച്ചത്, അത് ഇരുവരും ഇപ്പോൾ പിരിഞ്ഞെന്ന വാർത്തയാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരും. എന്തിനാ വെറുതെ അത് കണ്ടിട്ട് അതിൻ്റെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം. നോ മോർ പബ്ലിക് ആക്കുന്ന സമയം വരുമായിരിക്കും, പക്ഷെ അതിന് എനിക്കും ആ വ്യക്തിയും ഒന്നാമത് കംഫർട്ടബിൾ ആയിരിക്കണം. അതിലുപരി കൺഫർമേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് അല്ല, പബ്ലിക് ആക്കുന്നതിന് ഞാനായിട്ടെടുത്ത ഡിസിഷനാണ്. ഞാൻ ആക്കില്ല, എനിക്കത് നിർബന്ധമാണ്. മുമ്പുണ്ടായ ബ്രേക്കപ്പിന്റെ ഇത് കാരണത്തിനും അല്ലെങ്കിൽ ആ വ്യക്തി ഞങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് ഷെയ്ക്കൻ്റെ കൊടുത്ത് പിരിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ? ഒന്നെങ്കിൽ അവളെ അഹങ്കാരം കൊണ്ട്, അല്ലെങ്കിൽ അവനിങ്ങനെ ആയതുകൊണ്ട്, അവൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നു ഒക്കെ പറഞ്ഞിട്ട് പല രീതിയിലും ആൾക്കാർ അതിന് കമൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പക്ഷെ അതിന് ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എനിക്കതിനെ വിട്ട് കളയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവായിരിക്കും. പക്ഷെ ആ വ്യക്തിക്ക് ഇതിനുള്ള ഒരു പവർ ഉണ്ടാവണമെന്നില്ല, അതിനെ ഉൾക്കൊള്ളാനുള്ള. സമൂഹത്തിൽ എപ്പോഴും അവരെപ്പോഴും ആ ഒരു എന്താ പറയാ ഒരു കളിയാക്കലുണ്ടാവും ലൈഫിൽ. ചിലപ്പോൾ ആ ചെറുക്കനെ കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് ഞാൻ മൂവ് ഓൺ ചെയ്തു, അവനും മൂവ് ഓൺ ചെയ്തു. പക്ഷെ സൈബർ ഇടത്ത് ഒരു പക്ഷെ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരിക്കും. എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കമന്റ് ഇട്ട് ഇങ്ങനെ ഉറപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു മൊബൈൽ സ്ക്രീനിന്റെ ബാക്കിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു ജോലിയാക്കി കഴിഞ്ഞാൽ മേ ബി ഇവരൊക്കെ കോടീശ്വരന്മാരാവാൻ സാധ്യതയുണ്ട്. ഉണ്ട്. എനിക്ക് തോന്നുന്നത് അവരിടുന്ന ഓരോ കമന്റിനും ഇത്ര രൂപ വെച്ചിട്ട് ആ കമന്റിന് കിട്ടുന്ന ലൈക്സിനും അതിന് കിട്ടുന്ന ബാക്കിയുള്ള ആർഗ്യുമെന്റ് കമന്റ്സിനും ഒക്കെ കൂടിയിട്ടൊരു മോണിറ്റൈസ് ചെയ്യപ്പെടാൻ പറ്റുകയും അതിൽ നിന്നൊരു പേയ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ തൊഴിലില്ലായ്മ എന്നൊരു സംഭവമേ നമ്മുടെ നാട്ടിൽ നിന്ന് മാറും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഈ എല്ലാ കാര്യത്തിലും എതിർ അഭിപ്രായമുള്ള ആൾക്കാരാണ്. ലൈക്ക് LGBTQ ആണെങ്കിലും ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഹറാം എന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഹെയ്തി സാദിയ വന്നിരിക്കുന്നത്. എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കുറേ മുസ്ലിമായിട്ടുള്ള ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുറേ ട്രാൻസ് വുമണ് പിൻകാലത്ത് എന്നെ കണ്ടുമുട്ടിയ കാലത്തൊക്കെ ആണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ അവർ മിസ്യൂസ് ചെയ്തിട്ടുള്ളത്, അബ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ മദ്രസ പോലുള്ള ഇടങ്ങളിൽ നിന്നാണെന്ന്. എനിക്കങ്ങനെ മദ്രസ പോലുള്ള സ്ഥലത്തുനിന്ന് അങ്ങനത്തെ അബ്യൂസ് ഉണ്ടാവാതിരുന്നത് ഒരു പക്ഷേ എൻ്റെ ഫാമിലി ആ കാര്യത്തിലൊക്കെ വളരെ കൺസേൺ ഉള്ളതുകൊണ്ടും അതിലുപരി എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടും ഇത്തിരി പ്രിവിലേജ് ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെയായിരുന്നു. അല്ലാത്ത കുട്ടികൾ ഇപ്പം ഇന്നലെയും കൂടെ ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസ് വുമൺ, വളരെ ഫേമസ് ആയിട്ടുള്ള ട്രാൻസ് വുമൺ തന്നെയാണ് കേരളത്തിലുള്ള, പുള്ളിക്കാരി പറഞ്ഞാണ് മദ്രസയിൽ ഉസ്താദുമാർ അവരെ ടോർച്ചർ ചെയ്ത് ചെറിയ പ്രായത്തിൽ ടോർച്ചർ ചെയ്തത് ഭയങ്കര മറക്കാനാകാത്ത ട്രോമയായി കിടക്കുന്നുണ്ട്. വെള്ളം ഇട്ടിട്ട് കാലത്ത് നല്ല പ്രവാചനങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാത്രികാലം എന്നല്ല, ഈ കുട്ടീനെ അവളെ പള്ളിയിലൊക്കെ വെച്ചിട്ടൊക്കെ അബ്യൂസ് ചെയ്തിട്ടുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ അബ്യൂസ് ചെയ്യാൻ, അതായത് ചൈൽഡ് അബ്യൂസാണ് അവർ നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന ആൾക്കാർ വളർന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സർജറി ചെയ്ത് മാറിക്കഴിഞ്ഞെന്നാൽ
ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു, വിമർശിക്കുന്നു, പൊതുവേദികളിൽ വന്നിട്ട് ഹറാമാണ് ഇത് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നു. ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവർ പണ്ടത്തെ പേര് ഇങ്ങനെയായിരുന്നു, ആ യുവാവിപ്പോൾ ഈ പേരാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഇത് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി വലിച്ച് പ്രസംഗിക്കുകയും ആ വ്യക്തികളെ വലിച്ചു കീറാനിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര മോശം. അല്ലാണ്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നില്ലല്ലോ. അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു ആ മതം പറയുന്ന ഒരു റൂൾസ് ഉണ്ട്. ആ ചട്ടക്കൂടിനകത്ത് നിൽക്കുകയും ബൈനറിക്കകത്തേക്ക് പോവുകയും സർജറിയൊക്കെ ചെയ്തിട്ട് നമ്മൾ അവർ പറയുന്ന രീതിയിൽ ജീവിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ അംഗീകരിക്കുന്നവരും ഉണ്ടെന്ന് തോന്നുന്നു, ഉള്ളവരുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ എറണാകുളത്ത് തന്നെ ഒരു പള്ളി കമ്മിറ്റി പൈസ കൊടുത്തിട്ട് സർജറി ചെയ്തു. സർജറി കഴിഞ്ഞതിന് ശേഷം അവരതിൻ്റേതായിട്ടുള്ള രീതിയിൽ മതപഠനമായിട്ടും മതം പറഞ്ഞതുപോലെ പർദ്ദയൊക്കെ ഇട്ട് കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ ദുബായിൽ ജീവിക്കുന്ന ട്രാൻസ്ഫോമറിന് എനിക്ക് അംഗീകരിക്കാൻ സമൂഹം റെഡിയാണ്. അവർ അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്നവർ അംഗീകരിക്കാൻ റെഡിയാണ്. പിന്നെ ഇവർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു നെയിമൊക്കെ നോക്കിയിട്ടായിരിക്കും. ഡ്രസ്സിങ്, അപ്പം എൻ്റെ പേര് വെച്ചിട്ട് അവർ ചിലപ്പോൾ അസ്യൂം ചെയ്യുന്ന ഡ്രസ്സിങ് ഒരു പക്ഷേ മഫ്തയും പർദ്ദയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഷോർട്ട് ക്രോപ്പ് ടോപ്പും വയറൊക്കെ കാണിച്ച് ഇച്ചിരി ജീൻസൊക്കെ ഇട്ട് നടന്ന, അല്ലെങ്കിൽ മുടിയൊക്കെ അഴിച്ചിട്ട് നടന്ന, അല്ലെങ്കിൽ ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുവിധം ഒരു 80% ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ ഭയങ്കര എക്സ്പോസിങ് ആയിട്ട് ഭയങ്കര, അതായത് ഒരു സ്ത്രീ എന്ന രീതിയിൽ നമുക്കുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ലൈക്ക് ഒരു സാരി എടുത്ത് നല്ല വൃത്തിയിൽ, നമ്മുടെ ജയസൂര്യയുടെ മറ്റേ മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു ഇവര്, പക്ഷെ നല്ലതാണെന്ന് അല്ല, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ആ തോട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ തോട്ടിനെ പറ്റി പറയുന്നത്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സമൂഹം അംഗീകരിച്ചിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ബൈനറിക്കകത്തേക്ക് വരികയല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഹേദി ഇപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നു, ചുരിദാർ ഇട്ട് ഷാളൊക്കെ ഇട്ട്, ഒരു എന്താ പറയുക, നല്ല എനിക്കിതാണ് ഒന്നാമത്തെ കാര്യം, എനിക്കിത് കോൺഫിഡൻസ് നൽകുന്ന വസ്ത്രം ഇതായതുകൊണ്ടാണ് എനിക്ക് ഇതിടാൻ പറ്റുന്നത്. എനിക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് തരാത്ത രീതിയിൽ എൻ്റെ ശരീരത്തിന് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത വസ്ത്രം ധരിക്കാൻ പറ്റില്ല. എനിക്ക് വരിക്കാൻ കോൺഫിഡൻസ് ഉള്ള അവർ ഗട്ട്സാണ്, അത് അവർ അങ്ങനെ ജീവിക്കുന്നു, അവർ ധരിക്കുന്നു. പക്ഷെ അവരുടെ വേ ഓഫ് ഡ്രസ്സിങ്, വേ ഓഫ് പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒരു സ്ത്രീയുടെ ഒരു ട്രാൻസ്സെക്ഷൽ ആണെങ്കിലും ഒരു ട്രാൻസ് വുമൺ ആണെങ്കിലും അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സാധാരണ നമ്മൾ സ്ത്രീയിൽ കാണുന്ന ഒരു വേറൊരു പെരുമാറ്റം അവരിൽ നിന്ന് നമ്മൾ, എല്ലാ മനുഷ്യന്മാരും ഡിഫറെൻ്റ് അല്ല അവരുടെ രീതിയിൽ. ഇപ്പം എല്ലാ പുരുഷന്മാരും 100 പുരുഷന്മാരെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2 പേര് പോലും ഒരേപോലെ മാച്ച് ആയിട്ടുള്ളവരായിരിക്കില്ല. ഈവൻ ട്വിൻസ്, ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും അവർക്ക് പോലും അവരുടേതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടാവും. കംപ്ലീറ്റ്ലി സെറോക്സ് കോപ്പി ഒരിക്കലും എവിടെ ഉണ്ടാവില്ല. ഓരോ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള ഡിഫറൻസസും അവരുടേതായിട്ടുള്ള ചോയ്സസും ഉണ്ട്. അപ്പോൾ ആ ചോയ്സിനനുസരിച്ച് അവർ ജീവിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഒരു നമ്മളിപ്പോൾ സാധാരണ ഒരു സവാള വട റൈപ്പ് എന്നൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം. അതെന്താണെന്ന് എനിക്കത് എവിടെ നിന്ന് വന്നു, അതാണ് എനിക്കും ചോദിക്കുക. അതുകൊണ്ടാണ് എനിക്ക് അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരെ കാണുമ്പോൾ ഇങ്ങനെ, ഇവരെ കാണുമ്പോൾ ഇങ്ങനെ, എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. മനുഷ്യന്മാരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഒരു 10 സ്ത്രീകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടായില്ലേ. ഇതൊരു മൂവി കാരണമായിരിക്കാം മേ ബി. കുറെ ആൾക്കാർ ചാന്തുപൊട്ട് മൂവി നമ്മുടെ ദിലീപേട്ടൻ, അതാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടാബു ഉണ്ട്, അല്ലെങ്കിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കുറച്ച് ട്രാൻസ് വുമൺ ആകുമ്പോൾ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്സ് വേണം, ട്രാൻസ്മാൻ ആകുമ്പോൾ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്സ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷനിങ് ആണ്, സോഷ്യൽ കണ്ടീഷനിങ് ആണ്, ഇങ്ങനെ ആയിരിക്കണം. അപ്പം ഇതിനകത്തേക്ക് ഫിറ്റ് ആവാതിരിക്കുന്നിടത്തോളം കാലം ക്രിട്ടിസൈസ് ചെയ്യപ്പെടും. അത് ചിലപ്പം ഇവർ പറയുന്ന ഈ ആറ്റിറ്റ്യൂഡിലേക്ക് ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ പോലും അതിന് ഞാൻ ക്രിറ്റിസിസം നേരിടേണ്ടി വരും. ക്രിട്ടിക്കലി ഭയങ്കര അനാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൊസൈറ്റി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഇതിൽ ട്രാൻസ്ജെൻഡർ ഉണ്ട്, LGBTQ ലൈക്ക് ഗേ ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് മാറുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുള്ള ആൾക്കാർ, ലൈക്ക് അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാനൊരു ഗേ ആണ്, ഞാനൊരു ലെസ്ബിയനാണ്, എനിക്ക് അങ്ങനെ ഒരു ഇന്ന ആളിങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വരുന്നു. അതൊരു മാനസിക രോഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേദിക്ക് എന്താണ് പറയാനുള്ളത്? മാനസിക രോഗം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാൾ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഫ്ലുവൻസ് ചെയ്തെന്നാൽ
തോന്നാവുന്നതാണോ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി? എനിക്ക് തോന്നുന്നില്ല. ഒരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. സ്വന്തമായി വരുവാണെങ്കിൽ ആണ് ഇത് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ഇപ്പം ഇന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ തോന്നുന്നു എനിക്ക് ആണാവണം, ഞാൻ പോയി ആണാവാം, എനിക്ക് പറ്റില്ല. അതൊരു വലിയ സത്യമാണ്. എനിക്കിത് വളരെ കൃത്യമായ ചാനൽസിലൂടെ പോയി, പ്രോപ്പർ ചാനലിലൂടെ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ ഇരുന്ന അവസ്ഥയിലല്ല ഇപ്പം ഇരിക്കുന്നത്. പക്ഷെ ഇത് ചെയ്തിട്ട് ഇപ്പോൾ ഓരോ പുരുഷൻ ട്രാൻസ് വുമൺ ആയി സർജറി ഒക്കെ ചെയ്ത് റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യുന്നുള്ളവരുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ അവർ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇതിലൂടെ പോകാഞ്ഞിട്ടായിരിക്കും. അതായത് തെറപ്പിയിലൂടെ പോകണമെന്നുണ്ടായിരുന്നു. അതായത് സൈക്കോളജിസ്റ്റിൻ്റെ, സൈക്കാട്രിസ്റ്റിൻ്റെ, ഇതിൻ്റെ രണ്ടിൻ്റെയും സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് ഹോർമോൺ തെറപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹോർമോൺ തെറപ്പി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി എത്രത്തോളം വില്ലിങ് ആണെന്നുള്ളത് ആ ഡോക്ടർ പറയും. അപ്പം അത് കഴിഞ്ഞ് ഇത്രയും ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി ഓക്കെ ആണ്, ഫിസിക്കലി മെൻ്റലി ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് എടുത്തോ പിടിച്ചോ എന്ന് വേണ്ടി സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് കൃത്യമായ മെഡിക്കൽ പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. എഗെയിൻ സർജറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയല്ലേ? പെയിൻഫുൾ ആണ്. ഈ പെയിനിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടായിരിക്കണം. അതിലുപരി പെയിന് വരുന്നതിന് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടായിരിക്കണം. കാരണം ആദ്യം നമ്മൾ ആയിട്ട് ഡിസിഷൻ എടുത്ത് നമ്മൾ റിവേഴ്സിബിൾ അല്ലാത്തൊരു കാര്യത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ചാലഞ്ചിങ് ആയിരിക്കും. ആ ചാലഞ്ചിങ്ങിനെ ഭയങ്കരമായിട്ട് അതിജീവിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. ആ കടമ്പ കടക്കാനുള്ള എല്ലാവിധ പ്രിപ്പറേഷനും ഉള്ളിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. അല്ലാത്ത എടുത്ത് ചാടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ റിഗ്രറ്റ് അടിക്കുന്നുണ്ടാകാം. ചിന്തിച്ച് കണ്ട് മാത്രമേ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും ഈ സർജറീസിനെ പ്രൊമോട്ട് ചെയ്യുന്നോ ഹോർമോൺസ് എടുത്ത് നിങ്ങൾ മാറണമെന്നോ ഒന്നും പറയുന്ന ആളല്ല. അങ്ങനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അനുഭവത്തിലുണ്ട്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനെ പറ്റി സംസാരിക്കുന്നു, അത് പറയുന്നു. അറ്റ് ദ സെയിം ടൈം അവർ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാഡ് ഇൻഫ്ലുവൻസിങ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ്. ഇത് ഭയങ്കരമായിട്ടൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് അവർ ഓക്കെ ആണെങ്കിൽ മാത്രം അവർക്ക് അതിനെ അഫോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ എക്കണോമിക് സ്റ്റേറ്റസ് ആവണമെന്നില്ല. ഇപ്പം നാളെ വരുന്ന ഒരു കൊച്ചിൻ്റെ എക്കണോമിക് സ്റ്റേറ്റസ്, എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവണമെന്നില്ല ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ചിലപ്പോൾ എന്നേലും കൂടുതലായിരിക്കാം, എന്നിലും കുറവായിരിക്കാം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്ത് വെക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എന്നോട്, എക്കണോമിക്കലി നമ്മൾ ഫൈനാൻഷ്യലി സെറ്റ് ആയതിനു ശേഷം, വെൽ സെറ്റിൽഡ് ആയതിനു ശേഷം ട്രാൻസിഷൻ നടത്തുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുമല്ലേ. അതൊരു വലിയ സത്യമാണ്. ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കണം. ഇത് കഴിഞ്ഞു നമ്മൾ മാറി എന്ന് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് പിന്നെ അങ്ങോട്ടേക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിനെ നേരിടുക എന്നുള്ളത് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ജോലി കണ്ടെത്തണം, വരുമാനം കണ്ടെത്തണം, കുറേ ബാക്കി ട്രീറ്റ്മെൻറ്റിനെ പാരലലി കൊണ്ടുപോകണം. ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ട സാഹചര്യമുള്ള സമയത്ത് നമ്മളതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം സർജറിക്കൊക്കെ നിൽക്കുക. ഇല്ല നമുക്ക് നമ്മുടെ ശരീരത്തെ മാറ്റാൻ നമ്മൾ വില്ലിങ് ആണെങ്കിൽ മാത്രം നിൽക്കുക. അല്ലാണ്ട് ഇപ്പം അവർ ചെയ്തിട്ട് അവരങ്ങനെ ആയി എന്ന് വെച്ചിട്ട് നമ്മൾ അതന്നെ ചെയ്യണം എന്നില്ല. എന്നെ കണ്ടിട്ട് ഞാനിങ്ങനെ ആയിക്കഴിഞ്ഞു, ഹെയ്തി ഇങ്ങനെയാണ് എന്നുള്ളതിൽ സർജറി ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്നെ കണ്ടിട്ട് ഞാൻ JRF നേടി, അപ്പോൾ എന്തുകൊണ്ട് അവർക്കും നേടിക്കൂടാം? അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ജേർണലിസ്റ്റായി, അല്ലെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് 2 എണ്ണം എടുത്ത് മുന്നോട്ട് വരുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ ഹെയ്തിയെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഒരു സമൂഹം പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആൾക്കാർ പറയുന്നു, ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾക്ക് സ്പേസ് ഇല്ല, ഞങ്ങൾ സെക്സ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സർജറി ചെയ്യണം, അതിന് പൈസ ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എല്ലാം സ്ട്രഗിൾ ചെയ്ത്, എല്ലാം എന്താ പറയുക തരണം ചെയ്തുകൊണ്ടും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ അച്ചീവ്ഡ് എന്താ പറയുക JRF വരെ എത്തി. ഇനി അടുത്തൊരു ഡോക്ടറേറ്റ് നേടാൻ നിൽക്കുന്നു. പക്ഷെ IAS എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ പണ്ടുണ്ടായിരുന്നു? പക്ഷെ എനിക്ക് അപ്പോഴും ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി, ഭയങ്കര പവർഫുൾ പൊസിഷൻ ആണെങ്കിലും അതിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണ്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ താല്പര്യം എനിക്കുള്ളത് പ്രൊഫസറായിട്ട് ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സ്പേസിൽ എന്നും നിരന്തരം ഫ്യൂച്ചറിനെ സ്വപ്നം കണ്ടുവരുന്ന കുട്ടികളുടെ
ഫ്യൂച്ചറിനെയും ഡ്രീമിനെയും ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഇതിൽ ഒരു നല്ലൊരു അധ്യാപിക ആവുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അത് ഫാക്കൾട്ടി ആണ് ആയി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഡോക്ടർ ഹേദി സാദിയ PhD അങ്ങനെ പറയണം. പണ്ട് ഡോക്ടറാകാൻ പോയിട്ട് അവിടെ നിന്ന് ഓടി വന്നതാണ്. പക്ഷെ ഡോക്ടർ ഹേദി സാദിയ, പ്രൊഫസർ ഹേദി സാദിയ. പക്ഷെ അന്നൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഒരുപാട് ജീവൻ ഇന്ന് രക്ഷിക്കാൻ പറ്റും. പക്ഷെ പറ്റിയില്ലല്ലോ, അവിടുന്ന് ആട്ടി ഓടിച്ചു. അത് റീസ്റ്റാർട്ട് ചെയ്യായിരുന്നില്ല, ലൈക്ക് അന്ന് ആട്ടി ഓടിച്ചെങ്കിലും പിന്നീട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ചെല്ലായിരുന്നു എന്നല്ലേ. ഫീസൊക്കെ കൊടുക്കാനാ, ആര് കൊടുക്കാനാ ഫീസൊക്കെ? ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കാനാ? മെറിറ്റ് പിന്നീട് ഞാൻ വന്നിട്ട് എൻ്റെ മെറിറ്റ് അഡ്മിഷനിൽ സ്കോളർഷിപ്പൊക്കെ വെച്ചിട്ട് പഠിച്ചാണ് എത്തിയത്. സ്റ്റിൽ ഇപ്പോഴും കേരള സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പ് വാങ്ങുന്ന ഒരാളാണ് ഞാൻ പഠിക്കുന്നതുകൊണ്ട്. ഇനിയിപ്പം PhD ചെയ്യുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ നൽകുന്ന UGC നൽകുന്ന JRF മാസം ലഭിച്ച് അതിൽ നിന്ന് പഠിക്കേണ്ട ആളാണ്. അതിൽ നിന്ന് അത് വലിയൊരു എമൗണ്ട് ആയത്, മാസം ഒരു വലിയ എമൗണ്ട് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അത് വെച്ച് എൻ്റെ പഠിത്തം കഴിയുന്നതോടൊപ്പം എനിക്ക് പിന്നെ ഞാൻ ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് പിന്നെ എന്തായാലും നല്ലൊരു സാലറി ആയിരിക്കും എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം അങ്ങനെ മെറിറ്റ് അത് കുറച്ച് ഇതിനെ കൊണ്ട് താങ്ങൂല, കൂട്ടിയാൽ കൂടൂല എന്നുള്ളൊരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് മെറിറ്റിലേക്ക് ഇങ്ങ് വന്നത്. ഓക്കെ, ഫൈൻ. ഇനി അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഹേദി സാദിയക്ക് പറയാനുള്ളത്? എന്താ, എനിക്ക് ഇത് വളരെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് വീണ്ടും ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 6 വർഷം 7 വർഷക്കാലമായിട്ട് ഞാനിങ്ങനെ മീഡിയയിലൊക്കെ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളാണ്, ചാനൽ ഡിസ്കഷനിലൊക്കെ പോകുന്ന ആളാണ്. അത് പറഞ്ഞ പോലെ ആക്ടിവിസവുമായി മുന്നോട്ട് നിൽക്കുന്ന ആളാണ്. അപ്പം ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളെയും ജീവിക്കാൻ അനുവദിക്കൂ എന്ന് എഗെയിൻ പറയുന്നത് വളരെ ഗതികെട്ടൊരവസ്ഥയാണ്. അതെനിക്കിപ്പോൾ പറയാനുള്ളത്. ഐ അക്സെപ്റ്റ് എവ്രി വൺ ബൈ ദ വേ ദേ ആർ. അല്ലാണ്ട് അവരെ എന്താണോ അങ്ങനെ അവരെ മനുഷ്യന്മാരെ അക്സെപ്റ്റ് ചെയ്യൂ. എസ്പെഷ്യലി ക്യൂറായിട്ടുള്ള മനുഷ്യന്മാരും ദളിതായിട്ടുള്ള മനുഷ്യന്മാരും നമ്മുടെ രാജ്യത്ത് വളരെയധികം ഒപ്രഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ മനുഷ്യരായി പരിഗണിച്ച് അവർക്കും ഇക്വാലിറ്റി ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇക്വാലിറ്റിക്ക് വേണ്ടി എല്ലാ മനുഷ്യന്മാരും ജെൻഡർ എന്താ പറയുക ബാരിയറൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുക. സമാധാനം, ലോക സമസ്ത സുഖിനോ ഭവന്തു, സമാധാനം എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യട്ടെ, എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ എന്നാശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എന്നെയും ഞങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്ത ഹേദി സാദിയ ഉടനെ തന്നെ ഒരു ഡോക്ടർ ഹേദി സാദിയ PhD ആവട്ടെ, ആൻഡ് നല്ലൊരു കോളേജിൽ ഒരു പ്രൊഫസറായി ഒരുപാട് കുട്ടികൾക്ക് നല്ലൊരു മാതൃകയായി അധ്യാപികയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.